ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് തിരക്കിലായിപ്പോയി. ഇന്നലത്തെ ട്രേഡ് വെച്ചാൽ നമുക്ക് SL അടിക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ 25,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയപ്പോൾ തന്നെ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നു ഏകദേശം ഈ ലെവലിൽ നിന്ന്. പക്ഷെ അത് കൃത്യമായി രണ്ടാമത്തെ കാൻഡിൽ തന്നെ SL അടിച്ച് ചെറിയൊരു SL ഇറങ്ങി. പിന്നെ രണ്ടാമതൊരു ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുത്തിരുന്നു. ഓപ്ഷൻസിൽ രണ്ടാമത് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇന്നത്തെ ദിവസം ഫ്യൂച്ചേഴ്സിലെ ട്രേഡ് ഉണ്ടായത്. ഓപ്ഷൻസിൽ ഞാൻ ട്രേഡ് എടുക്കുന്നില്ല പറഞ്ഞിരുന്നു. കാരണം വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും തോന്നുന്നില്ല. ഫ്യൂച്ചറൊക്കെ ആ സമയത്ത് കൃത്യമായിട്ട് നമുക്ക് SL വെച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. ഓപ്ഷൻസിൽ അങ്ങനെ SL വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓപ്ഷൻസിൽ അങ്ങനെ സമയത്ത് എടുക്കുക. പിന്നെ സ്ട്രാറ്റജി ട്രേഡ് എടുക്കണം. അതും ഇന്നൊരു പെട്ടെന്ന് സഡൻ മൂവ്മെൻറ്റ് എങ്ങോട്ടെങ്കിലും വന്നാൽ ബുദ്ധിമുട്ടാകുന്നില്ല. ആൾക്ക് അതും എടുത്തിട്ടില്ല. ഇന്ന് ഫ്യൂച്ചേഴ്സിലെ ട്രേഡിൽ എടുത്തത്. പിന്നെ ഇപ്പം പ്രധാനപ്പെട്ട ലെവലുകൾ പറയുകയാണെങ്കിൽ നാളെ ഒരു മൂവ്മെൻറ്റിനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട ലെവൽ നോക്കുകയാണെങ്കിൽ 24,950 25,025, അതായത് ഇന്നത്തെ ഹൈയും ലോയും അതൊരു പ്രധാനപ്പെട്ട ലെവലായിട്ട് എടുക്കാം. അത് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. പിന്നെ താഴത്തേക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് 24 ഏകദേശം വരും 24,800 24,850 ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് അതിന് താഴത്തിൽ 24,750 ഒരു സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. 800 ഉണ്ട്, 750 ഉണ്ട്. 24,800 24,750. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയും, 24,800 എടുക്കാം. 24,800 24,850 പിന്നെ 24,950 ആണ് ഇത്രയും പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത്. അതിൻ്റെ മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് 25,000 25,100 25,150 25,150 മെയിനായിട്ട് ശ്രദ്ധിക്കണം. കാരണം 25,150 എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റിവേഴ്സ് ആവാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ നല്ല സാധ്യതയാണ് 25,150. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. നാളെ ഇപ്പോൾ ഓപ്പണിംഗ് സൈഡ് വേസ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് കുറച്ച് സുഖമായിരിക്കും. കാരണം ഏത് ഭാഗത്തേക്കാച്ചാൽ ഓപ്പൺ ആവുന്ന ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് ട്രേഡ് എടുക്കാം. അല്ല, ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ തിരിച്ച് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് ട്രേഡ് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ കഴിയും. അത് ആ സമയത്ത് മാർക്കറ്റ് ഡാറ്റ വെച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ട്. നാളെ നിങ്ങൾ ഇപ്പോൾ ദിവസത്തെ പോലെ തന്നെ നാളെയും കൂടി ടെലിഗ്രാം ചാനലിൽ ശ്രദ്ധിക്കുക. ട്രേഡ് ഇല്ലെങ്കിൽ ഞാൻ പറയും. അതായത് നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ട്, ഓപ്ഷൻസിൽ എന്തെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്ഡേഷൻ കൊടുക്കുക. അതിൽ പിന്നെ സെബിയിലെ പുതിയ റൂളിങ്ങിന് ഒരു ആലോചനയിൽ വരുന്നുണ്ട്. അവർക്ക് വീക്കിലി ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മന്ത്ലി മാത്രം ആക്കാൻ വേണ്ടിയിട്ട് 1-2 മാസത്തിനുള്ളിൽ ഉണ്ടാവുന്നൊക്കെ റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗ് പ്ലാനൊക്കെ ഒന്ന് മാറ്റുന്നത് നന്നാവും. കാരണം വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് പരിപാടി, അത് വീക്കിലി ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മന്ത്ലിയിലും കൂടി ഒന്ന് നോക്കി വെച്ചോളൂ. കാരണം മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു മാറ്റങ്ങൾ നമുക്ക് ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കി വെച്ചോ, മന്ത്ലിയും കൂടി ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. മന്ത്ലി ഓപ്ഷൻസിൻ്റെ മൂവ്മെൻറ്റും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നന്നാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും നാളെ ടെലിഗ്രാം ചാനലിൽ വരിക, നമുക്ക് അവിടെ കാണാം. ഓക്കെ.